എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിന് മുൻപൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും അതുപോലെ വേറൊരു രീതിയിൽ ചെയ്യുന്ന ഡേറ്റ്സ് കേക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് വായിലിട്ടാൽ മെൽറ്റായി പോകുന്ന രീതിയിൽ ഉള്ളൊരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്കിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള ഡേറ്റ്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 20 ഡേറ്റ്സ് കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള പാലൊഴിച്ചിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ 1/2 കപ്പ് പഞ്ചസാരയുടെ കാരമൽ മൊത്തം നമുക്കിതിലേക്ക് വേണ്ട. 2 കേക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ പഞ്ചസാര മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ അതിലേക്ക് ഇളക്കോ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യരുത്. അനക്കാതെ മാറ്റി വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടിഭാഗത്തുനിന്ന് ഇതുപോലെ ബ്രൗൺ ആയിട്ട് ഇതുപോലെ മെൽറ്റായിട്ട് വരും. പഞ്ചസാര മെൽറ്റായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊരു തവി വെച്ചിട്ടോ സ്പാറ്റില വെച്ചിട്ടോ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതുപോലെ ഉരുകിയിട്ടൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഉരുകിയതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മുഖമൊക്കെ മാറ്റി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് പുക മുകളിലേക്ക് വരും. ഒഴിച്ച പാടെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമുക്ക് കാണാം പഞ്ചസാര ഇപ്പോൾ കട്ടയായിട്ട് കിടപ്പുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് മെൽറ്റായിക്കൊള്ളും. അപ്പോൾ ഇത് മെൽറ്റാകുന്നവരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് കാരമൽ സിറപ്പ് ഉണ്ടാകും. ഇതിൽ നിന്നും 1/4 കപ്പാണ് നമുക്ക് ഈ കേക്കിനേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 1/4 കപ്പ് മതിയെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് കാരമലൈസ് ചെയ്യാം. ഇനി നമ്മളിതുപോലെ ഒരു ടിന്നാണ് എടുക്കുന്നത്. ഇത് അലുമിനിയത്തിൻ്റെ ടിന്നാണ്. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി വെക്കാം. നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തേക്കും തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ടിന്നിലാണെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നോർമലായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വിരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനത് മിക്സിയിലിട്ടൊന്നും അടിക്കുന്നില്ല. സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് ഡേറ്റ്സ് കടിക്കുന്ന രീതിയിലാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. മുഴുവനായിട്ടും അരച്ച് ചേർത്താൽ ഡേറ്റ്സ് കേക്കിൻ്റെ ഒരു ഇത് കിട്ടില്ല. ഇനി നമുക്ക് വേണ്ടത് 2 റൂം ടെമ്പറേച്ചറുള്ള മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബീറ്ററോ ഹാൻഡ് വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതിയാകും. നല്ല ക്രീമി ആകുന്ന വരെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. മുട്ടയൊക്കെ എപ്പോഴും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ കേക്കിന് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ മുട്ട ഒന്ന് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 കപ്പ് ചേർക്കണമെന്നില്ല, 1/4 കപ്പ് ചേർത്താലും മതി. നമ്മൾ എടുക്കുന്ന ഡേറ്റ്സിൻ്റെ മധുരത്തെ അനുസരിച്ചിട്ട് പഞ്ചസാര നമുക്ക് തീരുമാനിക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്താൽ നല്ല മധുരമാണ് ഈ കേക്കിന്. പഞ്ചസാര പൊടിയായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് അലിഞ്ഞ് വരുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. തരികളുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് അലിയുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മളിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതായത് മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അതിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഉരുക്കിയതും ചേർക്കാവുന്നതാണ്. 4 ടേബിൾ സ്പൂണാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ചേർക്കാം. ഡേറ്റ്സ് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ സ്പൂൺ വെച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അരച്ചും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പിൽ നിന്നും 1/4 കപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടി ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് ഇപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീറ്ററൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. പൊടിയെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 മില്ലിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ പൊടികൾ നന്നായിട്ട് അരിക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സ്പൈസുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറുവാപ്പട്ട പൊടിച്ചതും അതുപോലെ തന്നെ ജാതിക്കയുടെ കുരു പൊടിച്ചതും ചേർക്കാവുന്നതാണ്.
നമ്മളിവിടെ ഒരു 1/4 ടീസ്പൂൺ വീതം കറുവാപ്പട്ട പൊടിച്ചതും ജാതിക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചതിലേക്ക് ചേർക്കാം. പൊടികളെല്ലാം അരിച്ച് തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കൈവച്ചിട്ട് വളരെ സോഫ്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇതേ സമയം നമ്മൾ അവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി അഥവാ കുക്കറിലോ സോസ് പാനിലോ ഫ്രൈങ് പാനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇത് ബീറ്റർ ഇല്ലാതെയും അതുപോലെ അവൻ ഇല്ലാതെയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. സമയം ഓരോരുത്തരുടെ അടുപ്പ് അനുസരിച്ചിട്ടും തീയുടെ ഇതനുസരിച്ചിട്ടും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി ടിന്നിലേക്ക് മാറ്റാം. ബാറ്റർ എല്ലാം നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തട്ടിയൊന്ന് എയർ ബബിൾസ് കളഞ്ഞിട്ട് 170 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. കേക്ക് ഇപ്പോൾ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്കൊരു സ്ക്യൂവർ ഇട്ടിട്ട് നന്നായിട്ട് കുക്കായി നോക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഞാനത് ഒരുപാട് തണുത്തിട്ടല്ല, ചൂടോടുകൂടി തന്നെയാണ് കട്ട് ചെയ്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഡേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ സ്പൈസിൻ്റെയൊക്കെ ഫ്ലേവർ വന്നിട്ടുള്ള വളരെ മെൽറ്റായി പോകുന്ന രീതിയിലുള്ളൊരു കേക്കാണ്. നമ്മളെപ്പോഴും ഇതുപോലുള്ള കേക്ക് ചെയ്യുമ്പോൾ, മോയിസ്റ്റ് കേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും റിഫൈൻഡ് ഓയിൽ എടുക്കുമ്പോഴാണ് നല്ല മോയിസ്റ്റ്നെസ് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്പൈസും ഡേറ്റ്സും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലം കേക്കിൻ്റെ സോക്കിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്